ഇന്നസെന്റും മോഹൻലാലും കൂടി വളരെ മനോഹരമായി കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ് അമ്മ. അമ്മ എന്നവർ പറയില്ല, AMMA, അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന AMMA, അത് ചുരുക്കത്തിൽ അമ്മ എന്ന് പറയുന്നു. വലിയ ഒരു സംഘടനയാണ്. വലിപ്പം എന്ന് പറയുന്നത് താരസംഘടനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൂടിയാൽ വാർത്ത, ഇരുന്നാൽ വാർത്ത, ഭക്ഷണം കഴിച്ചാൽ വാർത്ത, ഡാൻസ് ചെയ്താൽ വാർത്ത, എന്ത് വാർത്തയാണ്. താരങ്ങളായതുകൊണ്ട് ഒരു താരമൂല്യമുണ്ടല്ലോ. അവരുടെ സംഘടനയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ, പിന്നെ നമ്മുടെ ഇന്നസെന്റ് മരിച്ചുപോയി, ഇന്നസെന്റും മോഹൻലാലും ഒക്കെ ആയിരുന്നു, ഇടവേള ബാബു, അങ്ങനെ ജഗദീഷ്, പിന്നെ അതുപോലെ തന്നെ മണിയമ്പിള്ള രാജു, ഒരു സംഘം ഉണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വലിയ കുറേ പ്രശ്നങ്ങൾ വന്നു, ലൈംഗിക വിഷയങ്ങൾ വന്നു, അവരെ ചൂഷണം ചെയ്യുന്ന വിഷയങ്ങൾ വന്നു. വലിയ വിവാദമായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെ വലിയ വിവാദം ഉണ്ടായി കേരളത്തിൽ. അപ്പോഴാണ് അമ്മ സംഘടനയിൽ വനിതകൾ വന്നാൽ ഇതിനൊക്കെ വലിയൊരു മാറ്റമുണ്ടാകും എന്ന് പറഞ്ഞ് കുക്കു പരമേശ്വരനെയും ശ്വേതാ മേനോനെയൊക്കെ വെച്ചുകൊണ്ടുള്ള വനിതകളുടെ ഒരു വലിയ സംഘടന വന്നു. എല്ലാവരും സന്തോഷിച്ചു, വനിതകൾ നടത്തട്ടെ. കാരണം കേരളത്തിൽ ഒരു പ്രദേശത്ത് വനിതകൾക്ക് ആവശ്യമായ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണല്ലോ ഒരു സമൂഹത്തിൻ്റെ മേന്മ എന്നുള്ള നിലയിൽ, നല്ലതെന്നുള്ള നിലയിൽ അങ്ങനെ ഒരു ചിന്ത വന്നു. അങ്ങനെ സ്ത്രീകളും സംഘടനയിൽ വന്നു, മനോഹരമായി സംഘടന കൊണ്ടുപോയി. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് വളരെ രസകരമാണ്. നമ്മൾ നടന്മാരെ നടികളുടെ ഒന്നും പേര് പറയുന്നില്ല, പക്ഷെ അതിൽ ഓരോരുത്തരായി രാജിവെക്കുന്നു. ഒരു നടനെക്കുറിച്ച് ഒരു നടി ഗൗരവമായ പ്രശ്നങ്ങൾ പറയുന്നു. അതേ നടനെക്കുറിച്ച് മറ്റൊരു നടി വന്നിട്ട് പറയുന്നു ഈ നടൻ കുഴപ്പമില്ല എന്ന വേറൊരു നടി പറയുന്നു ഇയാൾ വളരെ കുഴപ്പക്കാരനാണ്, അശ്ലീലം പറയുന്നവനാണ്, തോന്നിയവാസിയാണ് എന്നൊക്കെ. അപ്പോൾ ഈ നടന്മാരുടെ ഇടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സംഘടന. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളെ വച്ചത് ഇപ്പോൾ അബദ്ധമായി പോയി എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സംഘടനകളിൽ ഈ സ്ത്രീകൾ പുരുഷന്മാരെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ, പക്വതയുള്ള ആളുകളെ, പാകതയുള്ള ആളുകളെ, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുവരാൻ കഴിവുള്ള ആളുകളെ പലപ്പോഴും വയ്ക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ സംവരണം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ സ്ത്രീ സംവരണമായാലും മറ്റൊരുപാട് സംവരണത്തിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾ പലപ്പോഴും വരില്ല. നമ്മൾ സംവരണത്തിന് വേണ്ടി സംവരണം നടത്തും, നമുക്കൊരു സാമൂഹ്യ നീതി എന്നുള്ളൊരു കാഴ്ചപ്പാട് കിടക്കുന്നത് കൊണ്ട് നമ്മൾ ഒരുപാട് പേരെ പിടിച്ചിരുത്തും. ആ ഇരുത്തുന്നവർ ഒരു കഴിവുമുള്ളവരായിരിക്കില്ല. അത് പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ, ഡിപ്പാർട്ട്മെൻറ്റുകളിലായാലും അതുപോലെ തന്നെ പിന്നെ സ്ഥാപനങ്ങളിലായാലും കോർപ്പറേഷനുകളായാലും ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ന്യായം പറഞ്ഞ് നമ്മൾ പലരെയും പിടിച്ചിരുത്തും. ഇങ്ങനെ ന്യായം പറഞ്ഞ് പിടിച്ചിരുത്തുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വനിതകൾ വന്നപ്പോൾ അതിൻ്റെ കൂടെ പുരുഷന്മാരൂടെ വരണമായിരുന്നു. പക്വതയുള്ള, പാകതയുള്ള, അല്ലെങ്കിൽ അത്രയും പാകതയുള്ള വനിതകൾ വരണമായിരുന്നു. അങ്ങനെ സീനിയർ വനിതകൾ ഇപ്പം ഇല്ല. അങ്ങനെ സീനിയർ വനിതകൾ ഇല്ലാത്തത് കൊണ്ട് പുരുഷന്മാരെ ആരെങ്കിലും കൂടി സീനിയറായിട്ടുള്ള പുരുഷന്മാരെ കൂടിയൊക്കെ വെച്ചുകൊണ്ട് സംഘടന കൊണ്ടുപോകണമായിരുന്നു. ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അത് തല്ല്, അടി, അട്ടഹാസം, ഒരു സിനിമയിൽ ഒരു സിനിമയിൽ കാണുന്ന ഒരു എല്ലാ ക്ലൈമാക്സും ഇന്ന് അമ്മ സംഘടനയിലുണ്ട്. അവർ പരസ്പരം പോരടിക്കുന്നു. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ വിശ്വാസമില്ല. വനിതാ നടികൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്നു. പുരുഷന്മാർ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നു. അതിനിടയിൽ ഒരു പുരുഷന്റെ പേര് ഇങ്ങനെ ലൈംഗികമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയം പുറത്തു വരുന്നു. ഇതൊക്കെ വളരെ 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 മോശമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അവസ്ഥ. ഇത് പക്ഷെ ആരോടാ നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? വളരെ കഷ്ടമാണ്. അമ്മയിലെ അടി, വലിയ അടിയാണ് അവിടെ നടക്കുന്നത്. ഗുസ്തി, അടി, തല്ല്. സ്ത്രീകൾ തന്നെ പറഞ്ഞു തുടങ്ങി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഘടന ആവശ്യമില്ല, ഈ സ്ത്രീകളെ വച്ചത് ശരിയായില്ല, ഇവരെ മാറ്റണം എന്ന് പറയുന്ന വലിയ മുറവിളിയാണ് അമ്മയിൽ നടക്കുന്നത്. ഇത് ഗൗരവതരമായ ഒരു സാമൂഹ്യ വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഇത് വിഷയമാക്കി എടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ താരമൂല്യമുള്ള ഒരു സംഘടന, അല്ലെ എത്രയോ സംഘടനകളിൽ തല്ല് നടക്കുന്നു, എത്രയോ സംഘടനകൾ വിഷയമുണ്ടാകുന്നു, മൂപ്പുളമ തർക്കം ഉണ്ടാകുന്നു, അധികാര തർക്കം ഉണ്ടാകുന്നു, ലിംഗനീതി തർക്കം ഉണ്ടാകുന്നു, അങ്ങനെ എന്തെല്ലാം സംഭവിക്കുന്നു. പക്ഷെ അതൊന്നും വാർത്തയ്ക്ക് വലിയ സ്കോപ്പില്ല. ഒരു ദിവസം വരും. ഇത് താരങ്ങളുടെ ഒരു വിഷയമായതുകൊണ്ടാണ് വലിയ വാർത്തയായത്. എന്തായാലും അമ്മയിലെ തർക്കം തീരട്ടെ. അവർ ഞാൻ ഈ പറഞ്ഞതുപോലെ പുരുഷനാണെന്നോ സ്ത്രീയാണെന്നോ ഒക്കെ നോക്കി ഉണ്ടാവും. ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ കമ്മിറ്റിയെ നയിക്കാൻ പറ്റിയ ആളുകളെ കൊണ്ടുവരണം. അപ്പോഴും സ്ത്രീകൾ ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് പല സംഘടനകളിലും പുരുഷന്മാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സ്ത്രീകളെ വൈസ് പ്രസിഡന്റ് ആക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ സ്ത്രീകൾ അങ്ങനെ വൈസ് പ്രസിഡൻ്റൊക്കെ ആയി എക്സ്പീരിയൻസ്ഡ് ആയി കഴിയുമ്പോൾ സ്ത്രീകളെ പ്രസിഡന്റ് ആക്കും. അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസിലുള്ള സ്ത്രീകൾ വരുമ്പോൾ അവരെ പ്രസിഡന്റ് ആക്കും. അങ്ങനെ പലതരത്തിലാണ്. പക്ഷേ ഇതല്ലാതെ പുതിയ ആളുകൾ വന്നു,
അവർ എക്സ്പീരിയൻസ്ഡും അല്ല. വന്നിട്ടല്ലേ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അവർ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നുമില്ല. തർക്കത്തിന് പകരം തർക്കവും വഴക്കും വക്കാണവുമായിട്ട് നടക്കുന്നു. എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. എന്തായാലും അമ്മയിൽ വലിയ തല്ലാണ് നടക്കുന്നത്. അടി, ഇടി, ഗുസ്ത്, സ്റ്റണ്ട്, സകല പരിപാടികളും, പോർവിളി, തെറിവിളി എല്ലാം ഉണ്ട്. ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്ന ഒരു തമാശ, സ്ത്രീകൾ തമ്മിൽ തന്നെയാണ് തെറി വിളിക്കുന്നു എന്നുള്ളതും ഒരു വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. എന്തായാലും അമ്മയിൽ മാറ്റമുണ്ടാകുമെന്ന് കരുതാമെന്ന്. ആളുകൾ മാറുമെന്നല്ല ഞാൻ ഈ പറയുന്നത്. അതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ പക്വത കാണിക്കുകയും ആവശ്യമായ എല്ലാവരെയും കുട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു സമീപനം സ്വീകരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.